ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിന്റെ 10ാമത്തെ ചാപ്റ്ററാണ് ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോക്കസ് ഏരിയ ബേസ്ഡിലാണ് പഠിപ്പിക്കുന്നത്. വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയയിൽ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം അറിയേണ്ടത് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. സബ് പ്രോഗ്രാം ആർ ജനറലി കോൾഡ് ഫങ്ഷൻ. രണ്ട് ടൈപ്പ് ഫങ്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷനും അല്ലെങ്കിൽ അതിനെ ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയും. രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. രണ്ട് ടൈപ്പ് ഫങ്ഷൻ പഠിക്കാനുണ്ട്. പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം മതി ഇപ്പം ഫോക്കസ് ഏരിയ ആയതുകൊണ്ട്. അതേപോലെ അതിൻ്റെ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കണം. 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. റെഡ്യൂസ് ദി സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസസ് ഫോർ എറേഴ്സ്, റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഇങ്ങനെയുള്ള ഈ 4 പോയിന്റ് ബൈഹാർട്ട് ചെയ്യുക. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും കാണിക്കും എന്താണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം റെഡ്യൂസ് ദി സൈസ് ഓഫ് പ്രോഗ്രാം, ലെസ് ചാൻസസ് ഫോർ എറർ, റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റീയൂസബിലിറ്റി. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഐഡിയ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നാണ് നമുക്ക് ഇപ്പം കിട്ടാത്തത് അല്ലേ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലാണ് യൂത്ത് ഫെസ്റ്റിവലിൽ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ പ്രിൻസിപ്പാൾ പറയാണ് നിങ്ങളൊന്നും അറിയണ്ട, ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പ്രോഗ്രാമൊക്കെ നടക്കും, പക്ഷേ ഭയങ്കര പ്രയാസങ്ങൾ നേരിടും. പിന്നെ ഒരു സ്ഥലത്ത് സ്റ്റേജിൽ പ്രശ്നങ്ങൾ, വേറൊരു സ്ഥലത്ത് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനിൽ, ചിലയിടത്ത് റിസപ്ഷനിൽ അല്ലെങ്കിൽ ഡിസിപ്ലിനിൽ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒരാൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? സ്കൂളിലൊരു മീറ്റിംഗ് ഒക്കെ വിളിക്കും അല്ലേ. വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഫുഡിൻ്റെ ചാർജ് ഒരാളെ ഏൽപ്പിച്ചിട്ട് പറയും ഇത് നിങ്ങൾ ചെയ്യണം. ലൈറ്റ് ആൻഡ് സൗണ്ട് വേറൊരാൾക്ക്, ഡിസിപ്ലിൻ ഒരാൾക്ക്, റിസപ്ഷൻ ഒരാൾക്ക്, ട്രോഫി കമ്മിറ്റി, ഇങ്ങനെ പല പല ഗ്രൂപ്പുകളായിട്ട് സബ് പ്രോഗ്രാമാക്കി മാറ്റുകയാണ് ചെയ്യുക. ഈ സബ് പ്രോഗ്രാമാക്കി മാറ്റുമ്പം പ്രിൻസിപ്പാളിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് റിസപ്ഷനിൽ പ്രശ്നം, അപ്പോൾ ആ റിസപ്ഷൻ്റെ ആൾക്കാർ അത് കറക്റ്റായിട്ട് ചെയ്യും. ഫുഡിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഫുഡിലെ കമ്മിറ്റിക്കാരോട് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ആരാണോ കൺവീനർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ പ്രോഗ്രാമിന് സുഖമുണ്ട്. അങ്ങനെ സബ് പ്രോഗ്രാമാക്കി മാറ്റുന്നതിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാമാക്കി മാറ്റുന്നതിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള മെറിറ്റുകളാണ് ഇവിടെ പറയുന്നത്. റെഡ്യൂസ് ദി സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഫോർ എറർ, റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഇതെന്തായാലും പരീക്ഷ ചോദിക്കുന്നതാണ്. എന്താണ് ഫംഗ്ഷൻ, അതിൻ്റെ മെറിറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം അല്ലേ. വലിയ പ്രോഗ്രാമിനെ, ലാർജ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമാക്കി മാറ്റുന്നതിനെയാണ് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം പഠിച്ചു വെക്കണം. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനും രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മളൊരു പേരും കൂടി പറയും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അത് കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിൽ നമ്മുടെ ജീനിയുടെ കൂടെ, നമ്മുടെ ആപ്ലിക്കേഷനിൽ കൂടെ കുറേ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരുകൾ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ പേരുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒരു 10 മാർക്കിനൊക്കെ ഒരു 8-9 മാർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ കവർ ചെയ്തെടുക്കാൻ പറ്റും. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആൾ സ്വന്തമായി അവൻ്റെ ഇഷ്ടപ്രകാരം ഫംഗ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് അതല്ല, ഓൾറെഡി റിസർവ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. അതിൽ വരുന്നത് സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ്, കൺവേർഷൻ ഫംഗ്ഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഫംഗ്ഷനാണ്. ഇന്നലെയും കുറച്ച് ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം 9ാമത്തെ ചാപ്റ്ററിൽ സ്ട്രീം ഫംഗ്ഷനും കൺസോൾ ഫംഗ്ഷനും അതൊക്കെ ഒന്നും കൂടി വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സ്ട്രിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഈ സ്ട്രിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേരാണ് സി സ്ട്രിംഗ്. ഇന്നലെ ഉപയോഗിച്ചിരുന്നു CSTDIO, അതിൽ IO സ്ട്രീം. അതേപോലെ സ്ട്രിംഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡർ ഫയലിൻ്റെ പേരാണ് സി സ്ട്രിംഗ്.
അതുമായി റിലേറ്റഡ് ആയ ഫംഗ്ഷനുകളാണ് ഇവിടെ strlen, strcpy, strcat, strcmb, strcmbi. ഇങ്ങനെ 5 ഫംഗ്ഷൻ ഉണ്ട്. ഈ സി സ്ട്രിംഗ് എന്നുള്ള ഹെഡർ ഫയലിന്റെ കീഴിൽ വരുന്ന ഫംഗ്ഷൻ ചോദിക്കും സ്ട്രിംഗ് ഫംഗ്ഷൻ ഏതൊക്കെ. അപ്പോൾ നമ്മൾ ഈ പേരുകൾ കാണാതെ പഠിക്കണം. അതിന്റെ ഹെഡർ ഫയല് സി സ്ട്രിംഗുമാണ്. രണ്ടാമത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതിന്റെ ഹെഡർ ഫയല് സി മാത്ത് എന്നാണ്. അതിലും ഒരു 5 ഫംഗ്ഷൻ ഉണ്ട്. abs, sqrt, പവർ, pow, സൈൻ, കോസ്. മൂന്നാമത്തതാണ് ക്യാരക്ടർ ഫംഗ്ഷൻ, അതിന്റെ ഹെഡർ ഫയലിന്റെ പേര് സി ടൈപ്പ്. എല്ലാം കൂടി പിന്നെ നമുക്ക് പ്രയാസം വരരുത്, ഹെഡർ ഫയലുകൾ മാറിപ്പോകരുത്. ഇന്നലെയും സ്ട്രിംഗാണ് പഠിച്ചത്, അവിടെ CSTDIO ആണ്. പക്ഷെ ഇന്നത്തെ സ്ട്രിംഗ് പഠിക്കുമ്പോൾ എന്താണ് സി സ്ട്രിംഗ് എന്നാണ് ഹെഡർ ഫയൽ. അപ്പോൾ അതിന്റെ കീഴിൽ വരുന്ന കറക്റ്റ് ഫംഗ്ഷന്റെ പേരുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്, സി ടൈപ്പ് ആണ് ഹെഡർ ഫയൽ. അതിൽ വരുന്ന ഫംഗ്ഷൻ ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ടു അപ്പർ, ടു ലോവർ. പേരുകളെ ചോദിക്കുകയുള്ളൂ. അത് നമ്മൾ ഒന്ന് പേര് എഴുതി വെക്കാനെങ്കിലും ഓർത്തിരിക്കുക. അതേപോലെ കൺവേർഷൻ ഫംഗ്ഷൻ 2 എണ്ണമാണ് പറയുന്നത്. I to A, ഇൻറ്റീജർ ടു ആൽഫബറ്റ് എന്നാണ് ഇതിന് മീനിങ്. അതുപോലെ A to I, ആൽഫബറ്റ് ടു ഇൻറ്റീജർ. അതിന്റെ ഹെഡർ ഫയല് CSTDlib എന്നാണ്. CSTDlib. അപ്പോൾ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു അല്ലേ. ഇനി ഞാൻ ഇതിന്റെ ഉപയോഗം കൂടി ഒന്ന് പറഞ്ഞു തരാം, ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവും. ചിലപ്പം ഒരു ചെറിയൊരു പ്രോഗ്രാം തന്നിട്ട് 2 അല്ലെങ്കിൽ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേരുകൾ നിർബന്ധമായി പഠിക്കണം. ഫംഗ്ഷൻ സി സ്ട്രിംഗിന്റെ കീഴിൽ വരുന്ന ഫംഗ്ഷൻ ഏതൊക്കെ, സി മാത്തിന്റെ കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ സി ടൈപ്പിന്റെ, CSTDlibന്റെ, അല്ലെങ്കിൽ ഇത് വന്നിട്ട് അതിന്റെ ഹെഡർ ഫയൽ ഏതാ ചോദിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും റെഡി ആയിരിക്കണം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഉപയോഗങ്ങളും കൂടി ഒന്ന് പറയുന്നതോടുകൂടി നമുക്ക് ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ റെഡിയാവും. പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ, കുറേ പറയാനുണ്ട്. പക്ഷേ ഫോക്കസ് ഏരിയ വൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി പറയുന്നതോടെ നമ്മുടെ ചാപ്റ്റർ കഴിയുകയാണ്. നമ്മൾ മോഡുലർ പ്രോഗ്രാമിങ്ങിന്റെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് യൂസർ ഡിഫൈൻഡ്, ഒന്ന് പ്രീ ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് പറയുന്നത് സ്ട്രിംഗ് ഫംഗ്ഷൻ, അതിൻ്റെ ഹെഡർ ഫയല് സി സ്ട്രിംഗ്. അതിലൊരു 5 ഫംഗ്ഷൻ ഉണ്ട്. strlen, strcpy, strcat, strcmb, strcmbi. ഇനി അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ പ്രോഗ്രാം ജസ്റ്റ് ചെറിയൊരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഹാഷ് ഇൻക്ലൂഡ് IOStream വേണം. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് മാത്രമേ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് സി സ്ട്രിംഗ്. ഞാൻ സ്ട്രിംഗ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻ കണക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഹെഡർ ഫയൽ സി സ്ട്രിംഗ് എഴുതാനുള്ള കാരണം. യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഇവിടെ ഞാൻ കുറച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫയേഴ്സ്, ക്യാരക്ടർ ch10, അതിൽ വാല്യൂ അസൈൻ ചെയ്തു എക്സാം. കോമിട്ട് എഴുതിയാൽ മതി, ഞാനത് സ്പേസിന്റെ കുറവ് മൂലം 2-3 ലൈനായിട്ട് എഴുതിയത് മാത്രം. അടുത്തത് ക്യാരക്ടർ A20, ഡബിൾ കൊട്ടേഷനിൽ 2021 എഴുതിയിട്ടുണ്ട്. ചാർട്ട് C30, അതൊന്നും കൊടുത്തിട്ടുമില്ല. ഇത് ഞാൻ ഈ ഫംഗ്ഷന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. എൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ക്യാരക്ടർ ch10 ഈക്വൽ ടു എക്സാം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ എക്സാം എന്നുള്ള അല്ലെങ്കിൽ CHൽ എത്ര വാല്യൂ, എത്ര ഇൻപുട്ടുകൾ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിലേറെ എളുപ്പമായിട്ട് ഈ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷനായിട്ട്. അതിൽ ഒന്നാമത്തെയാണ് strlen. നോക്കിക്കോളാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എഴുതിയാൽ മതി C out എഴുതുക, strlen ഓഫ്. ഏതിൻ്റെയാണോ കാണേണ്ട ഐഡന്റിഫയർ, ഏതിൻ്റെ കാണണ്ടേ, ch10 ഈക്വൽ ടു എക്സാം. ഈ CH എന്ന് പറഞ്ഞ ഐഡന്റിഫയറിലാണ് എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എക്സാം. അപ്പോൾ strlen ഓഫ് CH എന്ന് മാത്രം എഴുതിയാൽ മതി. അന്നേരം എന്താ സംഭവിക്കുന്ന അറിയോ, ഈ അറയിൽ എത്ര അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നത് കാണിക്കും. എത്ര ഉണ്ട്, 1, 2, 3, 4. ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം റൺ ചെയ്യുമ്പം 4 എന്നുള്ള ഔട്ട്പുട്ട് വരും. അത്രയ്ക്ക് എളുപ്പമായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. strlen സ്ട്രിംഗ് ലെങ്ത്, സ്ട്രിംഗിൽ എത്ര
അക്ഷരങ്ങളുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strlen. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹെഡർ ഫയല് C സ്ട്രിങ് വേണം, അത് മറക്കരുത്. രണ്ടാമത്തത് strcpy എന്ന് പറഞ്ഞാൽ കോപ്പി എന്നാണ്, സ്ട്രിങ് കോപ്പി. അപ്പോൾ കോപ്പി ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ C എന്ന് പറഞ്ഞൊരു ഐഡന്റിഫയർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു അറേ കൊടുത്തിട്ടുണ്ട്. ഈ സിയിലോട്ട് ഈ എക്സാമും കൂടി കോപ്പി ചെയ്യണം. നമ്മൾ സാധാരണ എയുടെ വാല്യൂ 4 ആണെങ്കിൽ അത് ബിയിലോട്ട് വിടണമെങ്കിൽ B = A എന്ന് എഴുതിയാൽ മതി, ഇൻറ്റീജർ ഉപയോഗിച്ച് എഴുതുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രിങ് ആണ് എഴുതുന്നത്. അപ്പോൾ സ്ട്രിങ് കോപ്പി ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ആ ഫംഗ്ഷൻ എഴുതിയാൽ മതി. str എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ strcpy ഓഫ് ഏതിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത്, നമുക്ക് എങ്ങോട്ടാണ് കിട്ടേണ്ടത്? C എന്ന് പറഞ്ഞ ഐഡന്റിഫയറിൽ കിട്ടണം. ഏതിലെ കിട്ടണം? CHലെ സെമിക്കോളൻ. ഇതാണ് ഫംഗ്ഷൻ strcpy. അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. strcpy എന്നാൽ സ്ട്രിങ് കോപ്പിയാണ്. ഏത് കോപ്പി ചെയ്യണം? C എന്ന മെമ്മറി സ്പേസിലോട്ട് ഏതിലെ? CHലെ കണ്ടന്റ്, അതായത് എക്സാം. അപ്പോൾ ഇപ്പം എന്തുണ്ട്? 2 മെമ്മറി സ്പേസിലും, അതായത് CHലും എക്സാം ഉണ്ട്, സിയിലും എക്സാം ഉണ്ട്. 2 മെമ്മറിയിലും എന്തുണ്ടാവും? എക്സാം ഉണ്ട്. അപ്പോൾ ഒരു മെമ്മറി സ്പേസിലെ സ്ട്രിങ് വേറെ മെമ്മറി സ്പേസിലോട്ട് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് strcpy. അപ്പോൾ strcpy ഫംഗ്ഷൻ ആയതുകൊണ്ട് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴും നല്ല ഗെറ്റ്സ് ഉപയോഗിച്ചോ, ബ്രാക്കറ്റ് പരാന്തീസ് ഉപയോഗിച്ചു, എല്ലാത്തും ഉണ്ടായിരിക്കും C, CH. അല്ല CH, C എന്ന് എഴുതരുത്. സിയിൽ കിട്ടണം എന്ത്? CHലെ വാല്യൂ. അതാണ് എൻ്റെ മീനിങ്. നെക്സ്റ്റ് strcat. ഓരോന്നും പറഞ്ഞു പോവുകയാണ്. strcat സ്ട്രിങ് കൺകാറ്റിനേഷൻ, അതായത് കൂട്ടിച്ചേർക്കുക, ഒന്ന് മറ്റൊന്നിനോട് കൂടി കൂട്ടിച്ചേർക്കുക. നമുക്കത് കിട്ടണം ഇവിടെ എനോട് കൂടി എന്ത് ചെയ്യണം? CHും കൂടി ചേർത്ത് എഴുതണം. അപ്പം വരുന്നത് എന്തായിരിക്കും? 2021 എക്സാം എന്നാണ് വരിക അങ്ങനെ എഴുതുമ്പോൾ. അപ്പം അങ്ങനെ ചേർക്കണമെങ്കിൽ strcat A, CH എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? എയിനോടുകൂടി CHും കൂടി ചേർക്കപ്പെടും. എയിൽ ഓൾറെഡി എന്തുണ്ട്? 2021 ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം വരുന്നത് 2000, നമ്മൾ എഴുതുന്ന പോലെ 2021 എക്സാം എന്നായിരിക്കും നമ്മുടെ റിസൾട്ട്. കൺകാറ്റിനേഷൻ കൂട്ടിച്ചേർക്കുക, എയിനോടുകൂടി CHും കൂടി ചേർക്കണം. അടുത്ത നെക്സ്റ്റ് strcmp. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈഫും കൂടി ഉപയോഗിക്കണം, വെറുതെ എഴുതി വെക്കരുത്. ഒന്ന് കമ്പയർ ചെയ്യാണ്. ഈ strcmp എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുക, സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യണം. ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരുന്നു. പാലിൻഡ്രോം, മലയാളം എന്ന് എഴുതിയാൽ തിരിച്ചെഴുതിയാലും മലയാളമാണ് അല്ലേ. റഡാർ തിരിച്ചെഴുതിയാലും റഡാറാണ്. മാഡം, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട്, ഒരു സ്ട്രിങ് ഇൻപുട്ട് കൊടുത്താൽ അത് തിരിച്ചെഴുതിയാൽ പാലിൻഡ്രോം എന്ന് കാണിക്കണം. ഇനി അത് തിരിച്ചെഴുതിയാൽ ആ വാക്ക് കിട്ടുന്നില്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം എന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്കിങ് വരുമ്പോൾ ഒരേപോലെ മലയാളം തിരിച്ചെഴുതിയാൽ മലയാളം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്കത് പകരം ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പ്രോഗ്രാം അല്ലാതെ എഴുതാം. പക്ഷേ അതിൽ എളുപ്പവഴിയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇതിൻ്റെ strcmpയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുകയാണ്. strcmp A, CH എയുടെ കണ്ടന്റും CHലെ കണ്ടന്റും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും വരിക. അന്നേരം നമ്മൾ ഈ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ താഴെ എന്തെങ്കിലും പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അനുസരിച്ച് വർക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എൽസ് എന്നുള്ള സെക്ഷൻ ആയിരിക്കും പോകും. അപ്പം കമ്പയർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? strcmp ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 4 ഫംഗ്ഷൻ പറഞ്ഞു. ഒന്ന് strlen ലെങ്ത് കിട്ടാൻ വേണ്ടി, രണ്ടാമത്തെ strcpy, മൂന്നാമത് strcat 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൺകാറ്റിനേഷൻ, മൂന്നാമത് കമ്പയർ ചെയ്യാൻ വേണ്ടി strcmp. അതൊന്നും കൂടിയുണ്ട് strcmp I എന്നും കൂടി പറയും. I എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളം എഴുതി, മലയാളം എഴുതിയിട്ട് നമ്മൾ M ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററും തിരിച്ചെഴുതിയാൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ രണ്ടാമത് തിരിച്ചെഴുതുമ്പം ആ മെമ്മറിയിലെ സ്പേസ് എന്തായാലും ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആയിരിക്കും വരിക, ലാസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പം strcmp ഉപയോഗിച്ചാൽ അത് കമ്പയർ ചെയ്യുമ്പോൾ ഫാൾസ് ആയിരിക്കും കാണിക്കുക. പക്ഷേ strcmp ഉപയോഗിച്ച് കഴിഞ്ഞാൽ, CMPI ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കേസ് നോക്കില്ല. സ്മോൾ ലെറ്ററും
ക്യാപിറ്റലും തമ്മിലുള്ള കേസ് ചെക്ക് ചെയ്യാതെ മലയാളം എന്ന് എഴുതി തിരിച്ചെഴുതിയാലും മലയാളമാണെന്ന് വായിക്കുമ്പോൾ മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെയുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmbi. അപ്പോൾ ഈ 4 ഫംഗ്ഷൻ പഠിച്ചു വെക്കുക. അതിൻ്റെ ഹെഡർ ഫയൽ സി സ്ട്രിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ പറയും സി സ്ട്രിങ്ങിൻ്റെ 4 ഫംഗ്ഷൻ്റെ പേര് എഴുതാൻ പറയും. എന്തൊരു എളുപ്പമാണ്. strlen, strcmb, strcpy, strcpi, strcat. എളുപ്പം നമുക്ക് എഴുതാൻ കിട്ടും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി എഴുതി മാത്രം. ചിലപ്പോൾ ചോദിക്കും strlen ഓഫ് മലയാളം എന്ന് കൊടുത്താൽ എത്ര അക്ഷരമുണ്ട്, നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടും എഴുതിയാൽ മതി. ഇതാണ് അതൊന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സ്ട്രിംഗ് ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതിൽ വരുന്നത് abs, sqrt, pow, സൈൻ, കോസ്. ഹെഡർ ഫയൽ മറക്കാതിരിക്കുക, സി മാത്സ് എന്നുള്ള 5 ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഓരോന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടാം. പേരുകൾ ചോദിച്ചാൽ പേര് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഹെഡർ ഫയൽ ചോദിച്ചാൽ അതിന് ഹെഡർ ഫയൽ എഴുതിയാൽ മതി. പക്ഷേ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ വന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചോദിക്കും. അന്നേരം നമുക്ക് അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ നേരത്തെ പറഞ്ഞ ഹാഷൻ കോഡ് IOStream വേണം. ഇപ്പം നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഹെഡർ ഫയൽ എന്തെഴുതി, സി മാത്സ് യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഇവിടെ കുറച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് a ഈക്വൽ ടു -25, b ഈക്വൽ ടു 25, c ഈക്വൽ ടു 0 എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഔട്ട്പുട്ടുകളെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് abs cout abs ഓഫ് a എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, cout abs ഓഫ് a. അപ്പോൾ cout ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ടിനാണ്. അതായത് എന്തിൻ്റെ ഔട്ട്പുട്ട് ഇടണം, എയുടെ ഔട്ട്പുട്ട്. എയുടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വാല്യൂ എന്താ, -25. അപ്പോൾ നമ്മൾ abs എന്നുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചിഹ്നം ഒഴിവാക്കും. പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ചിഹ്നം ഒഴിവാക്കി 25 കാണിക്കും. മൈനസ് ആണ് ഇൻപുട്ട് വന്നിരിക്കുന്നതെങ്കിൽ ആ ചിഹ്നം ഒഴിവാക്കി ഔട്ട്പുട്ട് എന്തായിരിക്കും, 25 ആയിരിക്കും. ചിഹ്നം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് abs, അബ്സല്യൂട്ട് വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് വീണ്ടും എഴുതാം, cout sqrt ഓഫ് b. പഠിക്കുന്നതാണ്, മാത്സിലെ കുട്ടികൾക്ക് അറിയാം. സ്ക്വയർ റൂട്ട് ഇവിടെ പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് b എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം ബിയുടെ വാല്യൂ. ചിലപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് വാല്യൂ ഡയറക്റ്റ് തരും. 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 6 അല്ലല്ലോ. ഇവിടെ എന്താ ബിയുടെ വാല്യൂ 25 ആണ്. ആൻസർ എത്ര ആയിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ അങ്ങനെ റൂട്ട് കണ്ടെത്താനുള്ള എളുപ്പമുള്ള ഫംഗ്ഷനാണ്. SQRT എന്ന് എഴുതിയാൽ മതി. നമുക്കെല്ലാം വലിയ വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാണ്ടല്ലേ. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പേരുകൾ മാത്രം ഓർത്ത് ചെയ്താൽ മതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് b എന്ന് പറയുമ്പോൾ 5. അതേപോലെ പിന്നെ വരുന്ന ഫംഗ്ഷനാണ് പവർ. cout POW 2,3 സെമിക്കോളൻ. പവർ ഓഫ് 2,3 എന്ന് പറയുമ്പോൾ എന്താ വരുന്ന അറിയോ, 2⁻3 ഈക്വൽ ടു എത്ര വരിക, 8. 2 × 2 × 2 2⁻3 എന്ന് പറയുക 8. അപ്പോൾ അവിടുത്തെ വാല്യൂ ശ്രദ്ധിക്കും. POW എന്ന് പറഞ്ഞാൽ പവർ കണ്ടുപിടിക്കാനാണ്. ചിലപ്പോൾ ഇവിടെ വാല്യൂ അസൈൻ ചെയ്യും. ഇൻറ്റ് P ഈക്വൽ ടു 2, Q ഈക്വൽ ടു 4 ഇങ്ങനെയാണ് തരുന്നത്. എന്നിട്ട് ഇവിടെ അവിടുത്തെ വേരിയബിൾ പറയും P, Q. അപ്പോൾ നമ്മൾ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിയുടെ വാല്യൂ എത്രയാണ്, 2. ക്യൂവിൻ്റെ വാല്യൂ 4. അപ്പോൾ 2⁻4 എന്നാ വരിക, എത്ര വരും, 16. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് വാല്യൂ വരും, ഇല്ലെങ്കിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 3 ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, abs അബ്സല്യൂട്ട് വാല്യൂ കിട്ടും. abs ഓഫ് a എന്ന് പറയുമ്പം എയുടെ ഇൻപുട്ട് -25 ആയിരുന്നു, ഔട്ട്പുട്ട് 25. ഇവിടെ SQRT സ്ക്വയർ റൂട്ട് ഏതിൻ്റെ, ബിയുടെ, b 25 ആണ്, അതിൻ്റെ റൂട്ട് 5 ആണ്. ഇവിടെ cout പവർ ഓഫ് P, Q. ഇവിടെ പിയുടെ വാല്യൂ 2 ഇൻസ്റ്റൽ ചെയ്തിട്ടുണ്ട്, ക്യൂവിൻ്റെ വാല്യൂ 4. അപ്പോൾ എന്ത് വരും, 2⁻4 ഈക്വൽ ടു 16 എന്നുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫംഗ്ഷൻ cout cos c. cos c എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ അറിയാം, എത്രയാണ്, 0. cos 0 എത്ര വാല്യൂ വരിക, 1. അപ്പം അങ്ങനെ കോസിൻ്റെ വാല്യൂ അതുപോലെ സൈൻ്റെ വാല്യൂ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാനാണ് ഈ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. ഓരോ മാത്തമാറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയ ഫങ്ഷൻസ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹെഡർ ഫയൽ സി മാത്ത് ചോദിക്കും.
മാത്തമാറ്റിക്കലിൻ്റെ 4 ഫംഗ്ഷൻ എഴുതാൻ പറയും. റിലേറ്റഡ് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? എബിസ്, സ്ക്വയർ റൂട്ട്, പവർ, കോസ്, സൈന്. അപ്പോൾ അതും പഠിക്കണം, മറക്കരുത്. ഇതിൻ്റെ ഉപയോഗം കണ്ടു. ചിലപ്പോൾ ഇതേപോലെ എക്സാമ്പിൾ എന്നിട്ട് ഔട്ട്പുട്ട് എഴുതാനായിരിക്കും. അന്നേരം നമുക്ക് അറിയാതെ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത്. ഓക്കെ, ഇപ്പോൾ 2 ഫംഗ്ഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് സ്ട്രിംഗ് ഫംഗ്ഷൻ, രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തതാണ് പറയുന്നത് ക്യാരക്ടർ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഹെഡർ ഫയൽ ശ്രദ്ധിക്കണം, CC ടൈപ്പ്. അതുമായി റിലേറ്റഡ് ആയ ഫംഗ്ഷനാണ് ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ടു അപ്പർ, ടു ലോവർ. ഓരോന്നിൻ്റെ ഉപയോഗം പറയാം. ഈസ് അപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ, മെമ്മറിയിലിരിക്കുന്ന അക്ഷരം അല്ലെങ്കിൽ കൊടുത്ത ഇൻപുട്ട് അപ്പർ കേസ് ആണോ എന്ന് നോക്കുന്നതിനാണ് ഈസ് അപ്പർ എന്ന് ഉപയോഗിക്കുന്നത്. കൊടുക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ ആണെന്ന് നോക്കണം, ഈസ് ലോവർ. അടുത്തത് ഈസ് ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തത് ഡിജിറ്റ് ആണോ നോക്കാം, അതേപോലെ ലെറ്റർ ആണോ നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. രണ്ടും കൂടി കോമൺ ആണ്, ഈസ് ആൽഫ. ഇനി ഡിജിറ്റ് മാത്രമാണ് നോക്കുന്നത് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ്. അതേപോലെ സ്മോൾ ലെറ്ററിൽ കൊടുത്ത അക്ഷരത്തിനെ ക്യാപിറ്റൽ ലെറ്ററോട്ട് മാറ്റാൻ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ടൈപ്പ് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന അക്ഷരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്ററോട്ട് മാറും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നതിനെ സ്മോൾ ലെറ്റർ ആക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് ടു ലോവർ. അങ്ങനെ ഈ വരുന്ന 6 ഫംഗ്ഷൻ്റെ പേരുകൾ ഓർക്കുക. അതിൻ്റെ ഹെഡർ ഫയൽ CC ടൈപ്പ്, അതും മറന്നു പോകാതിരിക്കുക. ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ടു അപ്പർ, ടു ലോവർ. അപ്പോൾ അത് പ്രോഗ്രാമിൽ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഉപയോഗിക്കുക. നമുക്കത് വലിയ പ്രോഗ്രാം ഒന്നും എഴുതി ഇപ്പം കാണിക്കാൻ കഴിയില്ല. ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ക്യാരക്ടർ ചാർ CH = B. അതിനകത്ത് എന്താ? CH എന്ന് പറഞ്ഞ മെമ്മറിയിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്, പ്രോഗ്രാമിൽ തന്നെ ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്, B ആണ് കൊടുത്തിരിക്കുന്നത്. N ഈസ് ലോവർ CH, അതായത് ഇത് സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കുകയാണ്. അതിന് ഉപയോഗിച്ച ഫംഗ്ഷൻ്റെ പേരാണ് ഈസ് ലോവർ. അപ്പോൾ ലോവർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ കൊടുത്ത വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ, ഞാൻ കൊടുക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ B ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും എൻ്റെ വാല്യൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ 0 വരും, B ആണെങ്കിൽ 1 അതാണ് ഈ. അപ്പോൾ അങ്ങനെ ഒരു ചെക്കിങ്ങിന് വേണ്ടിയാണ് ഈ സ്ലോവർ ഉപയോഗിക്കുന്നത്. അത് നേരെ തിരിച്ച് നമുക്ക് അപ്പർ കേസ് നോക്കാം. ഈസ് അപ്പർ, ഈസ് അപ്പർ എന്ന് എഴുതിയാൽ മതി. വന്നിരിക്കുന്ന ഇൻപുട്ട് ഏതോ ആയിക്കോട്ടെ, CH വരുന്ന ഇൻപുട്ട് അക്ഷരം ഏതാണെന്ന് നോക്കും. അപ്പർ കേസ് ആണെങ്കിൽ എൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇപ്പോഴത്തെ വാല്യൂ ഇപ്പം CH എന്തായിരിക്കുന്നത്? B ആണ്. അപ്പോൾ ഈസ് അപ്പർ, CH വാല്യൂ B ആയിരിക്കും, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇങ്ങനെയാണ് ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന. കൊടുത്ത അക്ഷരങ്ങളൊക്കെ അപ്പർ കേസ് ആണോ, ലോവർ കേസ് ആണോ, അതേപോലെ ആൽഫ ന്യൂമറിക് ആണോ, അതായത് നമ്പറും ചെക്ക് ചെയ്യാം, ലെറ്ററും ചെക്ക് ചെയ്യാം. ഈസ് ഡിജിറ്റ് കൊടുക്കുന്ന ഇൻപുട്ട് സംഖ്യയാണോ നോക്കണം. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പേരാണ് ഈസ് ഡിജിറ്റ്. നേരെ തിരിച്ച് നമുക്ക് കൊടുത്ത അക്ഷരത്തിനെ എന്താക്കണം? അപ്പർ കേസിലോട്ട് മാറ്റണം. സ്മോൾ ലെറ്റർ ഇരിക്കുന്ന അക്ഷരത്തിനെ ക്യാപിറ്റൽ ലെറ്ററോട്ട് മാറ്റണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് ടു അപ്പർ. ക്യാരക്ടർ CH വാല്യൂ കൊടുത്തത് B ആണല്ലോ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. CH = B. ഞാനിവിടെ പറയാണ് C out ടു ലോവർ ഓഫ് CH എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യും. എന്താ പറയുക പ്രിന്റ് അറിയോ? സ്മോൾ ലെറ്റർ B പ്രിന്റ് ചെയ്യും. ടു ലോവർ. ക്യാരക്ടർ കൊടുത്തത് B ആണ്, അതിനെ സ്മോൾ ലെറ്ററോട് മാറ്റണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പേരാണ് ടു ലോവർ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മോൾ ലെറ്റർ കൊടുക്കുന്നതിനെ ക്യാപിറ്റൽ ലെറ്ററോട് മാറ്റണമെങ്കിൽ ടു അപ്പർ എന്ന് എഴുതിയാൽ മതി. ഇത് വേണമെങ്കിൽ വേരിയബിൾ സ്റ്റോർ ചെയ്യാം. ഞാൻ എൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയ മാത്രം ടു അപ്പർ. ടു അപ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്, ഞാനിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സ്മോൾ ലെറ്റർ A ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ A പ്രിന്റ് ചെയ്യും. അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ മാറ്റാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് ടു അപ്പർ. അതേപോലെ തന്നിരിക്കുന്ന ഇൻപുട്ടിനെ സ്മോൾ ലെറ്ററോട് മാറ്റാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേരാണ് ടു ലോവർ. ചെക്ക് ചെയ്യാൻ ഇതൊക്കെ ചെക്കിംഗ് ആണ്. ഈസ് ഡിജിറ്റ്, ഈസ് ആൽഫ, ഈസ് ലോവർ, ഈസ് അപ്പർ, ഇതെല്ലാം കൊടുത്തത് ആണോ നോക്കുകയാണ്. ഡിജിറ്റ് ആണോ, ലെറ്റർ ആണോ, ആൽഫ ന്യൂമറിക് ആണോ എന്നൊക്കെ നോക്കുന്നതാണ് ഈസ് ലോവർ, ഈസ് അപ്പർ എന്നൊക്കെ പറയുന്നത്.
ടു അപ്പർ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യാണ് അപ്പർ കേസിലോട്ട്, ടു ലോവർ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്ററിലോട്ട്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെഡർ ഫയൽ എന്തായിരിക്കണം? സി ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ മാത്തമാറ്റിക്കൽ എല്ലാം ഒരേപോലെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഇത് കൺവേർഷൻ ടൈപ്പ് സി ടൈപ്പ് ആയതുകൊണ്ട്, ക്യാരക്ടർ ടൈപ്പ് ആയതുകൊണ്ട് സി ടൈപ്പ് എന്ന് എഴുതണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. എന്നാലേ നമ്മൾ ടു അപ്പറും ടു ലോവറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മേളിൽ ഇത് എഴുതി ചേർക്കണം, സി മാത്ത് എന്ന് എഴുതണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ഹെഡർ ഫയൽ എഴുതി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സി ടൈപ്പ് മാത്രം ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നതല്ല ഈ പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ ഏതൊക്കെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടോ ആ ഫംഗ്ഷൻ്റെ എല്ലാ ഹെഡർ ഫയലുകളും മുകളിൽ ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതിയാൽ എല്ലാം ഒരു പ്രോഗ്രാമിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി, എളുപ്പമാണ്. അതേപോലെ അടുത്താണ് കൺവേർഷൻ ഫംഗ്ഷന്. അതിൻ്റെ ഹെഡർ ഫയൽ CSTD lib എന്നാണ്. മറക്കരുത്, എന്താണ് CSTD lib. ഇത് ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്, പുസ്തകത്തിലുണ്ട്. എന്തായാലും ഓർത്തിരിക്കുക. 90% മാർക്കിൻ്റെ 90% ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ 120-ന് 90 മാർക്ക്. അപ്പോൾ ചിലപ്പോൾ അത് ചോദിച്ചാൽ എഴുതാം കൺവേർഷൻ ഫംഗ്ഷൻ ഏതൊക്കെയാണ്. I2A ഇൻറ്റീജർ ടു ആൽഫബറ്റ്, ഇൻറ്റീജർ കൊടുക്കുന്നതിനെ ആൽഫബറ്റാക്കി മാറ്റുക വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് int2a. അതേപോലെ ആൽഫബറ്റ് ടു ഇൻറ്റീജർ, ആൽഫബറ്റിൻ്റെ ഇൻറ്റീജർ ഒരു കൺവേർഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ CSTD lib എന്നുള്ള ഹെഡർ ഫയലും കൂടി വേണം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള എന്ത് ഫങ്ഷൻസ്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ഇത് നമുക്ക് പഠിക്കേണ്ടത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, അതായത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഏത് ഫംഗ്ഷനാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഹെഡർ ഫയൽ എന്താണെന്നും, പിന്നെ എങ്ങോട്ടാണോ എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ ഫംഗ്ഷൻ്റെ നെയിമും അറിഞ്ഞാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടണമെങ്കിൽ strlen ഉപയോഗിച്ചാൽ മതി, കോപ്പി ആണെങ്കിൽ strcpy ഉപയോഗിച്ചാൽ മതി, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ sqrt ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിന് വേണ്ട ഹെഡർ ഫയൽ മാത്ത് ആണെന്ന് അറിയണം. അതുപോലെ ഈ സപ്പർ ഉപയോഗിക്കണമെങ്കിൽ സി ടൈപ്പ് ഹെഡർ ഫയൽ വേണം. ഈ കാര്യങ്ങൾ മാത്രം ഏതിലറിഞ്ഞാൽ മതിയായിരുന്നു? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ അത് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളതിൻ്റെ പ്രോഗ്രാമും കൂടി സബ് പ്രോഗ്രാമും കൂടി നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. നമ്മൾ ഇതിപ്പം ഹെഡർ ഫയലാണല്ലോ സി ടൈപ്പ്, നമ്മൾ സ്വന്തമായിട്ട് ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ടു അപ്പർ ശ്രദ്ധിക്കണം കേട്ടോ, 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ഏതിന്? യൂസർ ഡിഫൈൻഡിന്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആണെങ്കിൽ 2 കാര്യങ്ങൾ മാത്രം മതി. ഹെഡർ ഫയൽ എന്താണെന്ന് അറിഞ്ഞാൽ മതി, പിന്നെ എന്ത് ചെയ്യാനാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരും അറിഞ്ഞാൽ മതി. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പം 3 കാര്യങ്ങൾ അറിയണം, 3 കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. ഒന്ന്, ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തത്, നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വിളിക്കണം. വിളിക്കാതെ ആരും വിളിയേക്കില്ല. ടു അപ്പർ എന്ന് പറയുമ്പോഴേ ആ ടു അപ്പർ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു യൂത്ത് ഫെസ്റ്റിവൽ നടത്തുമ്പം പിന്നെ സ്റ്റേജിൽ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ വിളിക്കും സ്റ്റേജ് കമ്മിറ്റിയുടെ ആളെ പെട്ടെന്ന് വിളിക്കും, അപ്പോൾ അയാളത് ചെയ്യും. അതേപോലെ ടു അപ്പർ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ എ മാത്രമേ കൺവേർട്ട് ചെയ്യുള്ളൂ, എയുടെ ക്യാപിറ്റൽ മാത്രമേ എടുക്കുള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഏതക്ഷരം വന്നാലും കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്, SQRT ഓഫ് 36. ഞാൻ 36ന്റെ പിന്നെ റൂട്ട് മാത്രമേ കാണൂ എന്നല്ല, ഏത് സംഖ്യ വന്നാലും അതിൻ്റെ റൂട്ട് കാണാം. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റേജിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായോ ആ സ്റ്റേജിൻ്റെ കമ്മിറ്റി ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ചെയ്യുമ്പം അതിന് ഹെഡർ ഉണ്ടാക്കണം. പിന്നെ ചെയ്യേണ്ട എന്താണ്? വിളിക്കണം. വിളിച്ച് പറഞ്ഞാലേ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യില്ല. അപ്പോൾ വിളിക്കുക, അതിന് കോളിംഗ് സെക്ഷൻ എന്നാണ് പറയുക. പിന്നെ കോൾ ചെയ്താൽ മാത്രം പോരാ, അവന് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു സബ് പ്രോഗ്രാമായിട്ട് എഴുതി വെക്കണം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എഴുതണ്ട. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓൾറെഡി റിസർവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ സ്വന്തം ചെയ്യുമ്പം എന്താണോ ഡ്യൂട്ടി, നിങ്ങൾക്ക് അതൊക്കെ നല്ലപോലെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അത്ര പറയാൻ കഴിയില്ല. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. യൂസർ ഡിഫൈൻഡ് ആ 3 കാര്യങ്ങൾ: ഒന്ന് ഹെഡർ ഫയൽ, 2 കോളിംഗ് സെക്ഷൻ, 1 സബ് പ്രോഗ്രാം. അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാം ഒന്ന് എഴുതിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയും. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഇനി പഠിക്കാനുള്ളത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമറിന്റെ ആവശ്യപ്രകാരം അയാളുടെ ഇഷ്ടപ്രകാരം ഓരോ സബ് പ്രോഗ്രാം ഉണ്ടാക്കുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പറയുന്നത്. അത് 2 രീതിയിലാണ് കോൾ ചെയ്യുന്ന മെത്തേഡുകൾ. ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡും ഒന്ന് കോൾ ബൈ റെഫറൻസ് മെത്തേഡും.
അത് എല്ലാ വർഷവും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കോൾ ബൈ വാല്യൂ മെത്തേഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ കേൾക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 300-ാമത്തെ പേജിൽ അതിൻ്റെ പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി ഞാനതിനെ ആദ്യം ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു പ്രീ ഡിഫൈൻഡ് ആണെങ്കിൽ 2 കാര്യങ്ങൾ മതി. ഹെഡർ ഫയലും ഏതാണോ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരും മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മളൊരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കിക്കോളാം, സാധാ ഉപയോഗിക്കുന്ന പോലെ ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം std. ഞാനൊരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് തലക്കെട്ട് ക്രിയേറ്റ് ചെയ്തു. ഇതുണ്ടെങ്കിലേ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. വോയിഡ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. വോയിഡ് എന്നുള്ള നമ്മൾ ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ റൂളുണ്ട്. റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഒന്നുകൂടെ പറയാം, റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുത്തു, ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് കൊടുത്തു, ആർഗ്യുമെന്റ് പാരാമീറ്റർ ഒരെണ്ണം ഇന്ത്യൻ, എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചാണ് എഴുതേണ്ടത്. കോമ ഇട്ടിട്ട് ഡാറ്റ ടൈപ്പ് അനുസരിച്ച് എഴുതുക. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പ്രയാസമാണ്. ഞാനിപ്പോൾ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അപ്പം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതി. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പ്രോഗ്രാം എഴുതാം. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. ഇവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യവും, ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും കോൾ ചെയ്യുന്നത്. ഇൻ്റെ മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്താണ് ആ വേരിയബിളിൻ്റെ പേര്? എക്സ് എന്നാണ്. അതിൻ്റെ വാല്യൂ ഇൻപുട്ട് 20 കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് ചേഞ്ച്. ചേഞ്ച് എന്ന് പറയുന്നതാണ്, ഞാൻ പറഞ്ഞു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഹെഡർ ഫയൽ ഉണ്ടായാലും മതി, ഫംഗ്ഷൻ്റെ പേരും വിളിച്ചാലും മതി. ഇവിടെ ഹെഡർ ഫയൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയും. നമ്മൾ പവർ ഓഫ് എക്സ് കോമ എന്നോ അല്ലെങ്കിൽ SQRT ഓഫ് 36 എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ പേരാണ് വിളിക്കേണ്ടത്, ചേഞ്ച് ഓഫ് എക്സ്. അപ്പോൾ ഇതിനാണ് പറയുന്നത് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇതാണ് കോളിംഗ് സെക്ഷൻ, വിളിക്കുന്ന സെക്ഷൻ. വിളിച്ചാലേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് പേരിടുന്നതുകൊണ്ട് കാര്യമല്ലോ. എൻ്റെ പേര് എന്നെ വിളിച്ചാൽ എനിക്ക് വിളിയേക്കാൻ പറ്റുള്ളൂ. ആരും വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ വിളിക്കണം. അപ്പോൾ വിളിക്കുമ്പോഴാണ് ഇന്ന ആളോട് ഇന്ന പേര് വിളിച്ചിട്ട് ഇന്ന ചെയ്യാൻ പറയുമ്പോൾ അയാൾ ഡ്യൂട്ടി ചെയ്യും. അതേപോലെ ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. എക്സ് എന്നുള്ള ഈ വേരിയബിൾ ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. 2 മെത്തേഡാണ് പറയുന്നത്. ഒന്ന് കോൾ ബൈ വാല്യൂ, ഒന്ന് കോൾ ബൈ റെഫറൻസ്. ഇത് കോൾ ബൈ വാല്യൂ മെത്തേഡാണ് പറയുന്നത്. ചേഞ്ച് എക്സ് എന്ന് പറയുമ്പം എവിടെയാണോ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. കോൾ ബൈ നമ്മളെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ചേഞ്ച് എന്ന് എഴുതിയാൽ വർക്ക് ചെയ്യില്ല. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പേര് ഉപയോഗിക്കുമ്പം വർക്ക് ചെയ്യുള്ളൂ. അപ്പം ചേഞ്ച് എവിടെയാണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ നമ്മൾ സബ് പ്രോഗ്രാം, മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് താഴെയായിട്ട് സബ് പ്രോഗ്രാം എഴുതണം. ഞാൻ എഴുതിയിട്ടുണ്ട്. താഴെയായിട്ട് വോയിഡ് ചേഞ്ച് ഇന്ത്യൻ. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ ഹെഡർ ഉപയോഗിച്ചിട്ട് വോയിഡ് ചേഞ്ച് ഇന്ത്യൻ. നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ വോയിഡ് ചേഞ്ച് ഇന്ത്യൻ. ഇതാണല്ലോ മെയിൻ പ്രോഗ്രാം. ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേസസ് ഓപ്പൺ ചെയ്യും, പ്രോഗ്രാം കഴിയും ക്ലോസ് ചെയ്യും. അതേപോലെ സബ് പ്രോഗ്രാം ആണെങ്കിലും എന്തുണ്ടായിരിക്കണം? ഒരു ബ്രേസസ് ഓപ്പണിങ്ങും ഒരു ബ്രേസ് ക്ലോസിങ്ങും ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഹെഡർ എഴുതി, റിട്ടേൺ ടൈപ്പ് ഉണ്ട്, മേളിൽ കൊടുത്ത് അതേപോലെ തന്നെ ഒരു മാറ്റമില്ല. ചേഞ്ച് ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെന്റ് ലിസ്റ്റ്. പക്ഷേ എന്ത് കൊടുക്കാൻ പാടില്ല? സെമിക്കോളൻ കൊടുക്കരുത്. ഇതിന് സെമിക്കോളൻ കൊടുക്കണം. പ്രോട്ടോടൈപ്പിന് സെമിക്കോളൻ വേണം. ഫംഗ്ഷൻ ഹെഡർ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്നിടത്തത് ഹെഡറിന് എന്ത് കൊടുക്കാൻ പാടില്ല? സെമിക്കോളൻ കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു സംഭവം എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ? n=n+1. ഇവിടെ ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുകയും ഞാൻ എത്രയാണോ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വാല്യൂ, നമ്മളിവിടെ ഓൾറെഡി ഇനിഷ്യലൈസേഷൻ ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 20 ആണ്. ഈ 20 ഇതിൻ്റെ സബ് പ്രോഗ്രാമിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യും. അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വർക്ക് ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായി മാറും? 20 ആകും. ഒരു സംശയമില്ല അല്ലേ? 20 ആവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ n=n+ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൽ കിട്ടും എന്ത്? എന്നിനോടുകൂടി 1 കൂട്ടുന്നത് 20നോട് 1 കൂട്ടി 21 ഇവിടെ കിട്ടും. സംശയമൊന്നുമില്ല. റെഡിയാ? ഇവിടെ തന്നെ പ്രിന്റിങ്ങും പറയുന്നുണ്ട്. സി ഔട്ട് n=. അതിൻ്റെ അർത്ഥം എന്താ? n= എന്ന് എഴുതി കാണിച്ചിട്ട് എന്നിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ കിട്ടിയ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എത്രയാണ്? 21. അപ്പോൾ സ്ക്രീനിൽ 21 പ്രിന്റ് ചെയ്യും ആദ്യം.
ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഈ പ്രിന്റിംഗ് ആണ് ആയി നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, എന്നിലോട്ട് വാല്യൂ പാസ് ചെയ്തു, ഇവിടെ പ്രിന്റും കഴിഞ്ഞു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു. നേരെ തിരിച്ച് ഇനി ബാക്കി ഇതിന് ചെയ്യാനുണ്ടല്ലോ, ഇവിടെ അല്ലേ വിളിച്ചത്, വിളി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിവിടെ വരും. ഇവിടെ സി ഔട്ട് എക്സ് ഈക്വൽ ടു, അപ്പോൾ എന്താ കാണിക്കുക, എക്സ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 21 കാണിക്കുക, 20 കാണിക്കുക. ഇവിടെ സംഭവിച്ച ആർക്കാ, എന്നിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 21, പക്ഷേ എക്സിൽ ഒരു മാറ്റവും ഇല്ല. എക്സിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്, 20 തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിനാണ് പറയുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡ്. നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഈ എക്സ് ആണ്. എക്സിൻ്റെ കോപ്പി ആണ് എങ്ങോട്ട് പാസ് ചെയ്യുന്നത്, ഫോർമൽ സബ് പ്രോഗ്രാമിൻ്റെ വേരിയബിൾ, ഫോർമൽ വേരിയബിൾ എന്ന് പറയും, അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം സബ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഏതിനെ എഫക്റ്റ് ചെയ്യില്ല, മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് കോൾ ബൈ വാല്യൂവിൽ. കോൾ ബൈ വാല്യൂവിൽ ഓർഡിനറി വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇത് കോപ്പി, എക്സിൻ്റെ ഒരു കോപ്പിയാണ് സബ് പ്രോഗ്രാമിലോട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എവിടെ എഫക്റ്റ് ചെയ്യില്ല, മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ കോൾ ബൈ റെഫറൻസിൽ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ കോൾ ബൈ വാല്യൂവിൽ മാറ്റമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് ചെയ്യണമെങ്കിൽ, കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ആംബ്രസിൻ്റെ സിമ്പിൾ ഉപയോഗിക്കണം. അഡ്രസ് ഓപ്പറേറ്റർ എന്നാ പറയുക, ആംബ്രസിൻ്റെ ഉപയോഗിക്കണം. ഇവിടെ ഉപയോഗിക്കരുത്. സബ് പ്രോഗ്രാമിൻ്റെ ഇവിടെയും ഈ ആംബ്രസിൻ്റെ സിമ്പിൾ നമ്മൾ കോൾ ബൈ റെഫറൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത് സെയിം പ്രോഗ്രാം തന്നെ. എക്സിൻ്റെ വാല്യൂ 20, ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് കോപ്പി ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് ഈ ആക്ച്വൽ വാല്യൂവിൻ്റെ മെമ്മറി ഷെയർ ചെയ്യും. ആർക്ക് വേണ്ടി, സബ് പ്രോഗ്രാമിലോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ മെമ്മറി ആണല്ലോ ഷെയർ ചെയ്ത്, അപ്പോൾ മെമ്മറിയിലെ കണ്ടന്റ് എത്രയാണ്, 20 ആണ്. അപ്പോൾ ആ മെമ്മറിക്ക് എന്ത് സംഭവിച്ചാലും അത് എവിടെ എഫക്റ്റ് ചെയ്യും, മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മെമ്മറി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷൻ n = n+1 എന്ന് പറയുമ്പോൾ 20 = 21 ആവും. അപ്പോൾ സി ഔട്ട് n പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ ഇത് ചെയ്തു, n പ്രിന്റ് ചെയ്തു. നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ വരിക. ഇവിടെ തരുമ്പം സി ഔട്ട് എക്സ് എന്ന് പറയുമ്പം എക്സിൽ മാറ്റം സംഭവിച്ചു, മെമ്മറി കൊടുത്തതുകൊണ്ട്, മെമ്മറി ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെയും പ്രിന്റ് ചെയ്യുന്നത് 21 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൾ ബൈ വാല്യൂവിൽ ചെയ്യുന്നത് ഓർഡിനറി വേരിയബിളും ആണ്. അതേപോലെ ആക്ച്വൽ വാല്യൂ പാസ് ചെയ്യാണ്, കോപ്പി ചെയ്യാണ് സബ് പ്രോഗ്രാമിലോട്ട്, ഫോർമലിലോട്ട്. അതേപോലെ സബ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും മെയിൻ പ്രോഗ്രാമിൽ എഫക്റ്റ് ചെയ്യില്ല. അതാണ് എൻ്റെ തിയറി പോയിന്റ്. കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ നമ്മൾ ആംപർസൻഡ് അഡ്രസ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അതേപോലെ ആക്ച്വൽ വാല്യൂ സബ് പ്രോഗ്രാമിലോട്ട് അതിൻ്റെ മെമ്മറി ഷെയർ ചെയ്യും. മെമ്മറി ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് കോൾ ബൈ റെഫറൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായി പഠിക്കുക. 3 പോയിന്റുകൾ: കോൾ ബൈ വാല്യൂ ഓർഡിനറി വേരിയബിൾ ഉപയോഗിക്കുന്നു, അതേപോലെ ആക്ച്വൽ വാല്യൂ കോപ്പി ചെയ്യുന്ന എങ്ങോട്ട്, സബ് പ്രോഗ്രാമിലോട്ട്, അതേപോലെ സബ് പ്രോഗ്രാമിലുണ്ടാകുന്ന മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യില്ല കോൾ ബൈ വാല്യൂ മെത്തേഡിൽ. കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ ഉപയോഗിക്കുന്നത് റെഫറൻസ് വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ആക്ച്വൽ വാല്യൂവിൻ്റെ മെമ്മറി ഷെയർ ചെയ്യും ഇവിടെ, സബ് പ്രോഗ്രാമിൽ. അതുകൊണ്ട് സബ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, മെയിൻ പ്രോഗ്രാമിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കോൾ ബൈ വാല്യൂ, എന്താണ് കോൾ ബൈ റെഫറൻസ്. അല്ലെങ്കിൽ ചോദിക്കും എത്ര ടൈപ്പ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ഒന്ന് കോൾ ബൈ വാല്യൂവും ഒന്ന് കോൾ ബൈ റെഫറൻസും. അപ്പോൾ റെഫറൻസ് ഉപയോഗിക്കുന്ന സിമ്പിൾ ആൻഡിൻ്റെ സിമ്പിളാണ് ആംപർസൻഡ് സിമ്പിൾ. ആംപർസൻഡ് ഇതാണ് ആംപർസൻഡ് സിമ്പിൾ. അത് ഉപയോഗിക്കുക, അത് മറക്കരുത്. വലിയ പ്രോഗ്രാമൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തായതുകൊണ്ട് ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇതിന് പിന്നെ അതേപോലെ നമ്മളിവിടെ പറയുന്ന ഈ വേരിയബിളിന്
ആർഗ്യുമെന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ് എന്നൊക്കെ പറയും. അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക, നല്ലപോലെ പഠിക്കുക. സിമ്പിൾ ചെറിയൊരു ചാപ്റ്ററാണ്, വലിയ കണ്ടമാനം പഠിക്കാൻ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനും അതിൻ്റെ പേരുകളും അതിൻ്റെ ഹെഡർ ഫയലുകളും അതിൻ്റെ ഉപയോഗങ്ങളും പഠിച്ചാൽ മതി. അതേപോലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വരുമ്പം അതിനെന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, രണ്ട് മെത്തേഡുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസും ആണ്, അത് തമ്മിലുള്ള വ്യത്യാസം. പേജ് നമ്പർ 300 ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഉണ്ട്, അത് നോക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലെ രണ്ട് മെത്തേഡാണ് പറഞ്ഞു, കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്തു. അതിൽ കോൾ ബൈ വാല്യൂവിലാണെങ്കിൽ മെയിൻ പ്രോഗ്രാമിൽ നിന്നും സബ് പ്രോഗ്രാമിലോട്ട് വാല്യൂ പാസ് ചെയ്യും, അതായത് പിന്നെ ആക്ച്വൽ വാല്യൂ കോപ്പി ചെയ്യുന്നു പറഞ്ഞു അല്ലേ സബ് പ്രോഗ്രാമിലോട്ട്. ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യില്ല. കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ ഇവിടെ ആക്ച്വൽ വാല്യൂ ഇതിൻ്റെ മെമ്മറി സബ് പ്രോഗ്രാമിലോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആരെയും എഫക്റ്റ് ചെയ്യും, മെയിൻ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ഫങ്ഷൻസിൻ്റെ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കണം. എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് തരുന്നു. എൻ്റെ കയ്യിൽ വേറെ പ്രിൻ്റ് ഔട്ടൊന്നുമില്ല, ഞാൻ ഒറിജിനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് തരുന്നു. പക്ഷേ നിങ്ങളിതെല്ലാവരും നോക്കി എഴുതി വന്നപ്പോഴത്തേക്ക് ഈ പേപ്പറിൽ മൊത്തം വരയും കുറിയും ചെളിയുമായി. അപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു, എൻ്റെ ഒറിജിനൽ കോപ്പി ആകെ കേടുവന്നു അല്ലേ. അതാണ് കോൾ ബൈ റെഫറൻസ് എന്നുള്ള മെത്തേഡ്. പക്ഷെ നേരെ തിരിച്ച് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി ഒറിജിനൽ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എഴുതിയെടുക്കുന്നു, അതേ തന്നെ വരയ്ക്കുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ കോപ്പിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എപ്പോഴും എൻ്റെ ഒറിജിനൽ എന്തായിരിക്കും, അവിടെ ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് ഏകദേശം സംഭവിക്കുന്നത്. ഇവിടെ മെമ്മറി ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കോപ്പി പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാറ്റമോ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ രണ്ട് മെത്തേഡിൻ്റെ ചെറിയൊരു ഐഡിയ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. വലിയ പ്രയാസമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊന്നും ബൈഹാർട്ട് ചെയ്താൽ മതി, മാർക്കൊന്നും പോകില്ല, ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.